പലപ്പോഴും നമ്മൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ഓപ്ഷനാണ് നമ്മൾ വെബ്സൈറ്റുകളിലൊക്കെ സെർച്ച് ചെയ്തതിന് ശേഷം ആ വെബ്സൈറ്റിലുള്ള മൊത്തം കണ്ടൻറ്റുകൾ PDF ആക്കി എടുക്കുക എന്നുള്ളത്. ആ PDF ആക്കി എടുക്കാനായിട്ട് പലപ്പോഴും നമ്മൾ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകളാണ് യൂസ് ചെയ്യുന്നത്. ഇനി അത് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ കയറിയിരിക്കുന്ന ആ വെബ്സൈറ്റിൻ്റെ പേജുകൾ PDF ആക്കിക്കൊണ്ട് ആ വെബ്സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് എക്സാമ്പിളായിട്ട് കേരള എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തിട്ടുണ്ട് ഗൂഗിളിലായിട്ട്. അതിനുശേഷം താഴ്ഭാഗത്തോട്ട് വരുമ്പോൾ വിക്കിപീഡിയ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കേരളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ഡീറ്റെയിൽസുകൾ വിക്കിപീഡിയയിൽ കാണാൻ സാധിക്കും. എനിക്ക് ഇതിനെ ഒന്ന് PDF രൂപത്തിലോട്ട് ആക്കി മാറ്റേണ്ടതുണ്ട്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ 3 ഡോട്ടിലായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓപ്പൺ ഇൻ ക്രോം ബ്രൗസർ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ക്രോം ബ്രൗസറിൽ ഇത് ഓപ്പൺ ആകുന്നതായിരിക്കും. അതിനുശേഷം വീണ്ടും 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഷെയർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അവിടെയായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് താഴ്ഭാഗത്തായിട്ട് പ്രിൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. ആ പ്രിൻറ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ടാണ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. പ്രിൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ആസ് PDF എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടാവും. അവിടെയായിട്ട് സേവ് ആസ് PDF എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്ര നേരം സെർച്ച് ചെയ്തിരിക്കുന്ന ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പേജുകളിൽ വന്നിരിക്കുന്ന ഡീറ്റെയിൽസുകളെല്ലാം തന്നെ PDF ആയിട്ട് ഒറ്റയടിക്ക് മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും. അതിൽ എത്ര പേജ് ഉണ്ടോ അതെല്ലാം തന്നെ PDF ആയിട്ട് മാറിയിട്ടുണ്ടാവും. സൈഡിൽ കാണുന്ന ഡൗൺലോഡ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ PDF ഫയലിനെ ഡൗൺലോഡ് ചെയ്തെടുത്തുകൊണ്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഞാനിപ്പോൾ നോക്കുന്ന സമയത്ത് കേരള വിക്കിപീഡിയ എന്നുള്ള രീതിയിൽ ആ PDF ഫയൽ എനിക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിച്ചു. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ആ PDF ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നിങ്ങൾ നോക്കുന്ന സമയത്ത് ആ PDF ഫയലാണ് ഞാനിവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. PDF ഫയൽ PDF രൂപത്തിലായിട്ട് ലഭിച്ചിട്ടുണ്ട്. ഈ രൂപത്തിലാണ് വെബ്സൈറ്റുകളിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ PDF ആക്കിയിട്ട് ഒറ്റയടിക്ക് തന്നെ മാറ്റുന്നത്. വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.